ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗൈസ്, ഈ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഓൾ അബൌട്ട് BA LLB. ജസ്റ്റ് ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ സിമ്പിൾ കാര്യങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ. BA LLB അതിൻ്റെ സ്കോപ്പ് എന്താണ്, അതായത് LLB എടുത്തുകൊണ്ടുള്ള സ്കോപ്പ് എന്താണ്, കുഞ്ഞു കാര്യം. ആൻഡ് ഓൾസോ ഇൻറ്റേൺഷിപ്പിനെ പറ്റി പറയണം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ സംഭവങ്ങളെക്കുറിച്ചാണ്. ബിക്കോസ് ഒരാളുടെ കമൻറ്റാണത് BA LLBയുടെ സ്കോപ്പിനെ പറ്റിയിട്ട്, ഇൻറ്റേൺഷിപ്പിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നു വെച്ചിട്ട്. അപ്പോൾ അതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഞാൻ എടുത്തിരിക്കുന്നത് BA LLB ആണ്, നമ്മുടെ ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരം. ഓക്കെ, അവിടെ BA LLB മാത്രമേ ഉള്ളൂ. അപ്പോൾ BA LLB എന്ന് കേൾക്കുമ്പോൾ എന്താണ്, ഇറ്റ്സ് എൻ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ്. ഓൾസോ BAയും BA ഡിഗ്രി പ്ലസ് LLB ഇത് രണ്ടും കൂടെയാണ് ഒരുമിച്ചുള്ള 5 ഇയർ കോഴ്സാണ് BA LLB എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് BCom LLB ഉണ്ട്, BBA LLB ഉണ്ട്. ഓക്കെ, നമ്മുടെ കോളേജിൽ BA LLB മാത്രമേ ഉള്ളൂ. സോ എന്താണ് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. അതായത് ഈ പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്കറിയാം ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് വാസ്റ്റ്, നമുക്ക് ഒരുപാട് പഠിക്കാനായിട്ട്. എസ്പെഷ്യലി ഇൻ്റഗ്രേറ്റഡ് LLB എടുക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഒരുപാട് പേപ്പേഴ്സ് നമുക്ക് ഇഷ്ടംപോലെ കടൽ പോലെ പഠിക്കാനുണ്ട്. ഓക്കെ, ഒരുപാടുണ്ട്. ആദ്യത്തെ വർഷമൊക്കെ 2 പേപ്പറായിരിക്കും ലോ എന്നുള്ളത്, ബാക്കി ലിറ്ററേച്ചറും അതുപോലെ പൊളിറ്റിക്സോ എക്കണോമിക്സോ അങ്ങനെയൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. ഞാൻ ചെയ്യുന്നത് ഇംഗ്ലീഷ് പേപ്പേഴ്സൊക്കെ എക്സാമിൻ്റെ 2 ദിവസം മുന്നെയാണ് എടുത്ത് നോക്കുന്നത് പോലും. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ സ്ട്രെസ് ഫ്രീ ആണ് നമുക്ക് BA LLB എന്ന് പറയുന്നത്. പക്ഷേ BComോ BBA ഒക്കെ ആണെങ്കിൽ നമുക്ക് LLB ലോ പേപ്പേഴ്സും പഠിക്കാനുണ്ട്, പക്ഷേ അതുപോലെ BCom BBA പേപ്പേഴ്സും ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം ഇവിടെ കമ്പാരിറ്റീവ്ലി വർക്ക് കുറവാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് വൈ ഐ ചോസ് BA LLB ഇസ് ദാറ്റ് തിരുവനന്തപുരം ലോ കോളേജ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതുകൊണ്ട് അവിടെ BA LLB ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ BA LLB എടുത്തത്. ഇൻ കേസ് നമ്മുടെ കോളേജിൽ BBA LLB ആയിരുന്നെങ്കിൽ ഞാൻ അത് എടുക്കത്തുണ്ടായിരുന്നുള്ളൂ. മീൻസ് ഐ വാസ് നോട്ട് അവെയർ. ഈ BA LLB എടുക്കുന്ന സമയത്ത് ഐ വാസ് നോട്ട് അവെയർ എനിത്തിങ് അബൌട്ട് BA LLB. എന്താണ് BA LLB എന്ന് എനിക്കറിയത്തില്ല. ഐ ജസ്റ്റ് വോണ്ട് ടു ടേക്ക് LLB. ഐ വോണ്ട് ടു ഗ്രാജുവേറ്റ്. പക്ഷേ എന്താണ് BA LLB എന്നോ അതിൻ്റെ സ്കോപ്പ് എന്താണെന്നും അതെടുത്തുകൊണ്ടുള്ള ഉപയോഗം പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്കും ഇൻഫർമേഷൻസൊക്കെ കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, BCom എടുക്കാൻ താല്പര്യം ചിലപ്പോൾ അവർക്ക് ബാങ്കിങ് അങ്ങനെയൊക്കെ പോകാനായിരിക്കും താല്പര്യം. ഐ എം നോട്ട് സേയിങ് ദിസ് ടു യു പീപ്പിൾ. ഐ എം സേയിങ് ദിസ് ഹൂ ആർ കൺഫ്യൂസ്ഡ് ടു വിച്ച് ടേക്ക്. ഏത് പേപ്പേഴ്സ് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ BA ആയിരിക്കും കുറച്ചുകൂടി എളുപ്പം. വർക്ക് കുറവാണ് ഗൈസ്. എല്ലോ പേപ്പേഴ്സ് ഒരുപാടുണ്ട്, പക്ഷെ നമ്മുടെ BA എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കുറവായിരിക്കും, നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും പ്രഷർ. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം രണ്ടാമത് ഞാൻ പറഞ്ഞത്, ഞാൻ തിരുവനന്തപുരം ലോ കോളേജിൽ BA മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ BA LLB എടുത്തത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഓക്കെ, ദെൻ നിങ്ങൾക്ക് BA എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ BA MA എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതായത് യു ക്യാൻ ഗോ വിത്ത് ലിറ്ററേച്ചർ ഓർ യു ക്യാൻ സ്റ്റേ വിത്ത് ലോ, അതായത് LLM എടുക്കാം. ഓക്കെ, അപ്പോൾ ഹയർ സ്റ്റഡീസ് BA LLM അങ്ങനെ 2 വഴിക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ആൻഡ് ഓൾസോ BCom എടുക്കുന്നവർക്കും അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പം അതാണ് ഒരു ഹയർ സ്റ്റഡീസിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലിറ്ററേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ചൂസ് BA LLB. അതാണ് ലോയർ എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ ലോ പഠിക്കുന്ന കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് വാട്ട് വി നീഡ് ഇസ് ലാംഗ്വേജ്. അപ്പോൾ അതിന് എന്താണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അനിവാര്യമാണ്, വേണ്ട സാധനമാണ്. നിങ്ങൾ എവിടെ കൊണ്ട് കളഞ്ഞാലും നിങ്ങൾ അവിടെ കിടന്ന് സർവൈവ് ചെയ്യണമെങ്കിൽ യു നീഡ് ഇംഗ്ലീഷ്, യു നീഡ് ലാംഗ്വേജ്. അപ്പോൾ അതിന് BA LLB എന്ന് പറയുന്നത് മസ്റ്റാണ്. അങ്ങനെ നിങ്ങൾക്ക് ലാംഗ്വേജ് കുറച്ചുകൂടെ കൂട്ടണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സോഷ്യലൈസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചൂസ് BA LLB. ബിക്കോസ് ഈ ഇംഗ്ലീഷ് ഇറ്റ് ഇസ് എന്താ പറയുക, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ലോയർ എന്നുള്ള നിലയ്ക്ക്. BCom BBA എടുക്കുന്നവർക്ക് ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ലാംഗ്വേജിലൊരു പ്രശ്നം ഉണ്ടായിരിക്കും. അത് എനിക്ക് തോന്നുന്നു, അത് നിങ്ങൾക്ക് ലാംഗ്വേജ് കുറച്ചുകൂടെ സെറ്റാക്കണം എന്നുള്ള കുട്ടികളാണെങ്കിൽ BA LLB എടുക്കുക. അപ്പോൾ ഇത്രയാണ് BA LLBനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വേറൊന്നും എനിക്ക് ഞാൻ നോക്കിയിട്ട് എനിക്ക്
വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. അതുപോലെ ലാംഗ്വേജ് കൂട്ടണം എന്നുണ്ടെങ്കിൽ BA-LLB എടുക്കുക, ബിക്കോസ് ലാംഗ്വേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ LLBയുടെ സ്കോപ്പ് എന്തൊക്കെയാണെന്ന് ഞാനത് ഓടിച്ച് പറയാം. അതായത് നമ്മൾ കയറാൻ പോകുമ്പോൾ ഒരുപാട് പേര് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കാണും. ബിക്കോസ് അവർ പറയും നമ്മളോട്, എന്തിനാണ് ലോ പഠിച്ചിട്ട് എന്താണ് ഉപയോഗം, എന്താണ് കേസില്ലാത്ത വക്കീലായിട്ട് നടക്കാനല്ലേ, അങ്ങനെയുള്ള ടോക്കുകളൊക്കെ ഉണ്ടാവും. കളിയാക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നിങ്ങൾ ഭയങ്കര സൗണ്ടാണ് ഗൈസ്, എനിക്കറിയാം. എൻ്റെ വീട് റോഡിൻ്റെ സൈഡിലാണ്, അതുകൊണ്ടാണ്, പ്ലീസ് പാർഡൺ മീ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ തളരരുത്. ഇങ്ങനെ പറയുന്നവരോട് തിരിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ലോ എടുത്തു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ദിസ് പ്രാക്ടീസ് മാത്രമല്ല, നിങ്ങൾക്ക് സംസാരിക്കാനും അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചൂസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ ഒരു വർഷം പ്രാക്ടീസ് ചെയ്തു മടുത്തു, ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി ട്രൈ ചെയ്യണമെങ്കിൽ ഒരുപാട് ജോലികളുണ്ട്, ഒരുപാട് ജോലികളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, ലോ പഠിക്കുന്നതിനുള്ള ഒന്നാമത്തെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രാക്ടീസിങ്. ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. ആൻഡ് നമ്മുടെ കേരള PSC നമുക്ക് ഒരുപാട് എക്സാംസ് നമുക്കുണ്ട് ഗൈസ്. ലോ ബേസ്ഡ് എക്സാമിനേഷൻസ് ഒരുപാടുണ്ട്. ഞാൻ ഇത് നീതി ബുക്സ് എന്ന് വാങ്ങിച്ചൊരു ബുക്കാണ്. ബിക്കോസ് ഐ വാസ് ക്യൂരിയസ് അബൌട്ട് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് എക്സാംസ് ആൻഡ് വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് ചോദിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ വാങ്ങിച്ചൊരു ടെക്സ്റ്റ് ബുക്കാണിത്. നീതി എന്നാണ് കേട്ടോ, അവർ തന്നെ പബ്ലിഷ് ചെയ്തതാണ്. അപ്പം ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഇത്രയും എക്സാംസ് നമുക്കുണ്ട്. കേരള PSCയുടെ ഇത്രയും എക്സാംസ് നമുക്കുണ്ട്. ഐ മീൻ കേരള വാട്ടർ അതോറിറ്റിയിലെ ലീഗൽ അസിസ്റ്റൻറ്റ്. ദെൻ ഞാൻ ഇപ്പം റീസെൻ്റ്ലി ഇൻറ്റേൺഷിപ്പ് ചെയ്ത നമ്മുടെ സെക്രട്ടേറിയറ്റ് ലോ ലൈബ്രറിയിൽ അവിടെ ചെന്നപ്പോൾ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ലീഗൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 നമ്മുടെ കേരള PSC എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ വി ഹാവ് DY മാനേജർ ഇൻ ലോ, അതായത് കോഓപ്പറേറ്റീവ് അഗ്രി ആൻഡ് റൂറൽ ബാങ്ക്, അതുപോലെ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ അസിസ്റ്റൻറ്റ്, ദെൻ ലേബർ വെൽഫെയർ ഓഫീസർ, ട്രാവൻകൂർ ടൈറ്റാനിയം, ദെൻ ലീഗൽ അസിസ്റ്റൻറ്റ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടേറിയറ്റ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് ഗ്രേഡ് 2 കേട്ടോ. പിന്നെ അസിസ്റ്റൻറ്റ് ലേബർ ഓഫീസർ, അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, ലേബർ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ, അങ്ങനെ ഒരുപാട് ലിസ്റ്റ് ഓഫ് ജോബ് ഉണ്ട് ഗൈസ്. അങ്ങനെ ഒരുപാട് എക്സാംസ് PSC കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ആരെങ്കിലും അവെയറാണ്? നമ്മൾ ലോ പഠിക്കാൻ പോകുമ്പോൾ ആൾക്കാരിങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്താണ് സ്കോപ്പ്, നിങ്ങൾ എന്താണ് എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, വക്കീൽ ജീവിതം മാത്രമല്ല. വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോബ്സ് സെക്യൂറിങ് ഇൻ കേരളത്തിൽ തന്നെ നമുക്ക് ഒരുപാട് സ്കോപ്പുണ്ട്. അപ്പോൾ ഇനി ചോദിക്കുന്നവരോട് റിപ്ലൈ കൊടുക്കണം കേട്ടോ. സോ അതാണ് കേരള PSCയുടെ കുറേ എക്സാം. പിന്നെ നിങ്ങൾക്ക് ലോ ഫേംസിൽ കയറാം. അതുപോലെ നിങ്ങൾക്ക് ടീച്ചിങ് ഇഷ്ടമാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ടീച്ചിങ് ആണ് നിങ്ങളുടെ എയിമെങ്കിൽ യു ക്യാൻ ടേക്ക് LLM. ഓക്കെ, നമ്മുടെ കോളേജിൽ ക്രിമിനൽ ലോയും കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആണെന്ന് തോന്നുന്നു ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് LLM എടുക്കാം. LLM എടുത്ത് നിങ്ങൾക്ക് ടീച്ചിങ്ങിലേക്ക് പോവാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈഡായിട്ട് ഒരുപാട് ജോലികൾ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ട്യൂഷൻസ് എടുക്കാം. ഓക്കെ, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബാങ്കിങ് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്കോപ്പുകളുണ്ട്. അപ്പോൾ ഇനി ചോദിക്കുന്നവരോട് തിരിച്ച് നല്ല മറുപടി കൊടുക്കുക, നല്ല ചുട്ട മറുപടി കൊടുക്കുക. ബിക്കോസ് എനിക്കിതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത്, എനിക്ക് എൻ്റെ ഒരു ഫാമിലി സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഐ വോണ്ട് എൻ്റെ ജോബ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സെക്യൂർഡ്. അപ്പോൾ ഞാൻ നോക്കുന്നത് ഓഫ് കോഴ്സ് കേരള PSC. അതുകൊണ്ടാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ നോക്കണം എന്നുണ്ടെങ്കിൽ നീതി ലോ ഹൗസ് കേട്ടോ വാങ്ങിച്ചാൽ മതി. തിരുവനന്തപുരത്തെ ഓവർ ബ്രിഡ്ജിലുള്ള നീതി ലോ ഹൗസിൽ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ പറയുന്ന ലീഗൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ലോയിലൊക്കെ ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കാം, പഠിക്കാം. ഓക്കെ. സോ അതാണ് അതിൻ്റെ സ്കോപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ടെലിംഗ് അബൌട്ട് ഇൻറ്റേൺഷിപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ കയറാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ യു ഹാവ് നോ ഐഡിയ അബൌട്ട് വാട്ട് ഇസ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കാനുള്ളത്, ബിക്കോസ് നമ്മളൊരു ഓർഗനൈസേഷനിൽ പോയി അവിടെ അതിൻ്റെ വർക്കിംഗ് ഫങ്ഷൻസ് എന്താണ് അവർ ചെയ്യുന്നത്, അതിനുള്ള ലോ എന്താണ്, കേസസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനാണ് പോകുന്നത്. അപ്പം അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടി മാത്രം നിങ്ങൾ ഇൻറ്റേൺഷിപ്പിന് പോവാം.
ഇൻറ്റേൺഷിപ്പിൽ ചെയ്യുന്ന കണ്ടുവരുന്നൊരു പാറ്റേൺ എന്ന് പറയുന്നത് പീപ്പിൾ വിൽ ഗോ ലൈക്ക് ഒരു ഗ്രൂപ്പായിട്ട് പോകും. ഒരു 7-8 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോകും. ആൻഡ് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോയിരിക്കുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താണ് സെയിൽസ് കമ്മീഷൻ. അപ്പോൾ ആ കമ്മീഷനിൽ പോയിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ഡിസിപ്ലിൻ ഉള്ളൊരു കമ്മീഷനാണ്. ആൻഡ് അവിടെ പോയിരിക്കുമ്പോൾ എന്താണ് ഒരു ലോ പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലയിൽ അല്ല പോയി നമ്മളിരിക്കുന്നത്. സോ അത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും വെച്ചിട്ട് ആ ഒരു സീരിയസ്നെസ്സോട് കൂടി അവിടെ പോയി ഇരിക്കുക. ബിക്കോസ് അത് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. നമ്മൾ നാളെ ഒരു കാലത്ത് ഇപ്പം വിമൻസ് കമ്മീഷനിൽ നമ്മൾ പോയി ഇൻറ്റേൺഷിപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും ലൈക്ക് ഒരു SP ഓഫീസിൽ നമ്മളിപ്പോൾ ചെയ്തു വെച്ചു സപ്പോസ്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ലോ ലൈബ്രറിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ അവിടെയൊക്കെ പോയിരുന്ന് നമ്മൾ അവിടുത്തെ വർക്കിങ്ങും ഫങ്ഷൻസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഫ് സമ്മൺ ആസ്ക് യു വാട്ട് ഇസ് ഹാപ്പനിങ് ദെയർ എന്ന് ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു സേ ആൻസർ ടു ദം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ നിങ്ങൾ അവിടുത്തെ ഫങ്ഷൻസ് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ സീരിയസ്നെസ്സോട് കൂടിയാണ് അവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. സോ എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ഓർഗനൈസേഷൻസിൻ്റെ ഫങ്ഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കോളേജിലാണെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു റഫ് റെക്കോർഡ്, അതായത് ഡെയിലി റെക്കോർഡ് എടുക്കുക. അതായത് ഇപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ഇന്ന് പോവുകയാണെങ്കിൽ അവിടെ പോയിട്ട് എനിക്കിന്ന് എന്ത് ക്ലാസ്സാണ് കിട്ടിയത്, സോ ഞാൻ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത്, അങ്ങനെ ഡേ ടു ഡേ. ഇപ്പോൾ 7 days ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ 14 days ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും, ഡിപ്പെൻഡ്സ് ഓൺ ദി ഓർഗനൈസേഷൻ. സോ അവിടെ പോകുമ്പോൾ ഡേ ടു ഡേ റെക്കോർഡ് എടുക്കണം. ആൻഡ് ഓൾസോ അത് തീരുമ്പോൾ 7 day ഇൻറ്റേൺഷിപ്പ് ആണെങ്കിൽ അത് തീരുമ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ട് എഴുതി ആ ഓർഗനൈസേഷനിൽ കൊടുക്കുമ്പോൾ അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് തരും. ഇതാണ് നടക്കുന്ന പരിപാടി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഫോം കാണും, നമ്മുടെ കോളേജിലാണെങ്കിൽ ഒരു ഫോം, ആ ഫോം ഫില്ല് ചെയ്ത് പ്രിൻസിപ്പലിൻ്റെ സൈൻ ചെയ്ത് ഫാക്കൽറ്റി ഇൻചാർജ്, ഇൻറ്റേൺഷിപ്പ് ഫാക്കൽറ്റി ഇൻചാർജിൻ്റെയും സൈൻ വാങ്ങിച്ച് നമ്മൾ ആ ഓർഗനൈസേഷനിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു ഡേറ്റ് തരും. ആ ഡേറ്റിൽ നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് തുടങ്ങും. അങ്ങനെയാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്തു തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം, അങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ 20 weeks ആണ് നമ്മൾ ഇൻറ്റേൺഷിപ്പ് കവർ ചെയ്യേണ്ടത് കേട്ടോ, 20 weeks. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് 14 days ചെയ്യാൻ പറ്റും, ചില സ്ഥലങ്ങളിൽ നമുക്ക് 7 days ചെയ്യാൻ പറ്റും. 20 weeks, അതായത് 140 days ആണ് നമുക്ക് ഇൻറ്റേൺഷിപ്പ് കവർ ചെയ്യാനുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, വൈവേക്ക് ഈ പറയുന്ന ഇൻറ്റേൺഷിപ്പ് ചെയ്ത സ്ഥലത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഞാനും അറിഞ്ഞത്. ഐ എം എക്സൈറ്റഡ്. എനിവേ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത്. വേറൊന്നുമല്ല, ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടി ചെയ്യാം. ബിക്കോസ് വി ആർ സ്റ്റഡിങ് അബൌട്ട് ദി ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ്, വിച്ച് ഇസ് വെരി ഹെൽപ്ഫുൾ ഫോർ അസ് ലോ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. ഇൻറ്റേൺഷിപ്പ് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ചെയ്യാൻ കേട്ടോ. ഞാൻ ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ, SP ഓഫീസ്, യൂത്ത് കമ്മീഷൻ, SC ST, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, വിമൻസിലും ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കമ്മീഷൻസ് ഇൻ തിരുവനന്തപുരം, അല്ലെങ്കിൽ തിരുവനന്തപുരം നല്ല മൊത്തത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മീഷനാണ്. ഇത് 2 സ്ഥലത്ത് നമുക്ക് ഇതുവരെ സീറ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, പിന്നെ ഞാൻ സെക്രട്ടേറിയറ്റിൽ ചെയ്തു, അതുപോലെ ഒരുപാട് സ്ഥലത്ത് ചെയ്തത് ഞാൻ മറന്നുപോയി. ഓക്കെ, സോ നെയ്യാറ്റിങ്കര കോർട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കോടതികളിൽ ചെയ്യാം, ഏതെങ്കിലും വക്കീലിൻ്റെ ഓഫീസിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഓൾ യു ഹാവ് ടു ഡു ഈസ് ഫിൽ എ ഫോം ഫ്രം യുവർ കോളേജ് ആൻഡ് ഒരു സൈൻ വാങ്ങിക്കുക പ്രിൻസിപ്പളിൻ്റെ, ആൻഡ് ഇൻറ്റേൺഷിപ്പ് ഫാക്കൽറ്റി ഇൻചാർജിൻ്റെ സൈൻ വാങ്ങിക്കുക. ആൻഡ് ദെൻ യു ഗോ ആൻഡ് ഗീവ് ദിസ് ഫോം ടു ദാറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ദേ വിൽ അലോട്ട് എ ഡേറ്റ്. ആ ഡേറ്റിന് തൊട്ട് നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് തുടങ്ങുക. യു ഹാവ് ടു വെയർ യൂണിഫോം, പ്രോപ്പർ യൂണിഫോം, ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കണം പോകുന്നത്, ആൻഡ് ഷുഡ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻറ്റേൺഷിപ്പിൽ ചെയ്യാനുള്ളത്. അപ്പോൾ 140 days നിങ്ങൾ കവർ ചെയ്യണം ഗൈസ് ഈ 5 yearsൽ. 3 yearലാണെങ്കിൽ എനിക്കൊന്ന് 120 ആണെന്ന് തോന്നുന്നു, എന്നിട്ട് കുറച്ച് കുറവുണ്ട്. ഓക്കെ, എനിവേ, സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇറ്റ്സ് ജസ്റ്റ് കുഞ്ഞു കാര്യങ്ങൾ. ഐ ഡോണ്ട് വോണ്ട് മേക്ക് ദിസ് വീഡിയോ ലെങ്തി, സോ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ആൻഡ് ഓൾസോ ലാസ്റ്റ് തീരുന്നതിന് മുന്നേ ഐ ആം വെരി ഹാപ്പി ദാറ്റ് പീപ്പിൾ ആർ സോ അവെയർ അബൌട്ട് ദിസ് CLE എക്സാം. ഞാൻ എഴുതാൻ പോകുന്ന സമയത്തൊന്നും ഒരു പട്ടിക്കുഞ്ഞിന് പോലും അറിയത്തില്ലായിരുന്നില്ല. ബിക്കോസ് ദെയർ വാസ് എ ലോ എക്സാം ഫോർ ദിസ് ലോയ്ക്ക് വേണ്ടിയിട്ടൊരു എക്സാം ഉണ്ടെന്ന് പോലും, ഒരു എൻട്രൻസ് എക്സാം ഉണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ലായിരുന്നു. ആൻഡ് ഓൾസോ നമുക്ക് പിള്ളേരുടെ ഇടയിൽ പോലും ലോ എന്ന് പറയുന്നത് ഇറ്റ് വാസ്
അങ്ങനെ ഒരു ഫീൽഡേ ചിന്തിക്കത്തില്ല. ദേ വിൽ തിങ്ക് ഓൺലി അബൌട്ട് ഡോക്ടർ, എൻജിനീയർ, നഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും ബികോം, അങ്ങനെ ഡിഗ്രി കോഴ്സ് അങ്ങനെ എന്തെങ്കിലും പോകത്തുള്ളൂ. ആൻഡ് ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ലോ എന്ന് പറയുന്ന ഒരു സൈഡേ ചിന്തിക്കുന്നില്ല. ബിക്കോസ് അവർ ചിന്തിക്കുന്നത് ലോ എന്ന് കേൾക്കുമ്പോൾ ദേ ആർ തിങ്കിങ് അബൌട്ട് പ്രാക്ടീസിങ്, കോടതിയിൽ ഇങ്ങനെ വാദിക്കുന്നതോ അപ്പോൾ എനിക്ക് അതിനുള്ള കഴിവുണ്ടോ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ പിന്നെ ലോ എന്ന് പറയുന്ന സാധനം നമ്മൾ അവിടെ തന്നെ നിർത്തും, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടേ അവിടെ വെച്ച് നിർത്തും. സോ ലോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യാനുള്ള ജോലി വേണോ, അങ്ങനത്തെ ജോലിയുണ്ട്. ആൻഡ് ഡു യു വാണ്ട് ടു ആർഗ്യൂ ഇൻ കോർട്ട്, അത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, PSC എക്സാംസ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. സോ അപ്പോൾ നിങ്ങൾ ഗോ ഫോർ ലോ. BA LLB ഈസ് ഗുഡ് if you are looking for to cover all the papers easily. BA LLB good ആണ്. ലാംഗ്വേജിന് BA LLB is very important. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സോ that's it. സോ ഞാനിതൊരു കമൻറ്റിന് റിപ്ലൈ കൊടുത്തതാണ്. ആൻഡ് ഇഫ് യു ഹാവ് എനി അതർ ക്വയറീസ് യു ക്യാൻ ആസ്ക് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.